അശോക് കുമാർ, അതുപോലെ തന്നെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിവരങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, നമുക്കാർക്കും സ്ഥിരീകരണമില്ല. നിങ്ങളുടെ അറിവ് എന്താണ് എന്നാണ് അറിയേണ്ടത്. അതായത് നിതിൻ ഇങ്ങനെ ജീവൻ ഒടുക്കുന്നതിൻ്റെ തലേന്ന് ഈ ലോൺ ആപ്പിൽ നിന്ന് 98 കോൾ വന്നുവെന്ന്. ഇതൊക്കെ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങളാണ്. ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ നിരവധി കോളുകൾ വന്നതായിട്ട്. കാരണം ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അവൻ്റെ വീട്ടിലുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ദിവസമൊക്കെ ആയിരുന്നു. അന്നതിന് ശേഷം ആ രാത്രി നിതിൻ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വിളിച്ച് സംസാരിച്ച് വീഡിയോ കോളിലൊക്കെ വന്നു, ഹാപ്പി ആയിരുന്നു. പിറ്റേ ദിവസവും ഇതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ സഹോദരിമാരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ടുള്ള ഇത്രത്തോളം ഭീഷണി കോളുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി ഒരു പക്ഷേ നിതിൻ അറിയാമെങ്കിൽ തന്നെയും നിതിൻ അത്രയും ഈ ആപ്പ് ലോണൊക്കെ അവൻ അത്ര സിമ്പിളായിട്ടേ കണ്ടിട്ടുള്ളൂ. കാര്യം അതിൻ്റെ ഇത്രത്തോളം സീരിയസ് ആണെങ്കിലും ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള പേടിയുള്ള ഒരു പയ്യനൊന്നും അല്ല. അങ്ങനെ പേടിച്ച് ചെയ്യുന്ന ഒരു ചെറുക്കനല്ല. പക്ഷെ അവൻ എന്തെങ്കിലും തരത്തിൽ ഹരാസ്മെന്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അവൻ എന്നെ പറഞ്ഞോളൂ, അവൻ ഇനി ഇവിടെ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു സംശയം. ഇന്നിപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിലെ റിപ്പോർട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ പറയുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിതിൻ ആ മുറിയിൽ നിന്നിറങ്ങിപ്പോയി എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നാണ്, സഹപാഠികൾ പറഞ്ഞു എന്നാണ്. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഇല്ല, അറിയില്ല, അതേപ്പറ്റിയൊന്നും അറിയില്ല. കോളേജിനകത്തും പുറത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ നിന്ന് ഇതുവരെയും ആരും നമ്മളെ വിളിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. ശരി, ഈ റാമിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, സംഗീത നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് പോലീസ് പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വീട്ടിലില്ല, ബന്ധുക്കളുടെ വീടുകളിൽ ഒന്നുമില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് പോലീസ് തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന നിവൃത്തികേട് കാണിക്കുന്നത് അത് നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? മനഃപൂർവ്വമാണ് എന്ന് കരുതുന്നുണ്ടോ? ഇത് കേസ് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. കാര്യം പ്രതികളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേസ് നീണ്ടു പോകുമല്ലോ. സ്വാഭാവികമായിട്ടും ഇത് തേഞ്ഞു മാഞ്ഞ് പോകാനുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത്. കേസ് അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലത അവിടെ ഉണ്ടല്ലോ, ലത എന്ന് പറയുന്ന അധ്യാപിക അവിടെ ഉണ്ടല്ലോ. ഈ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന ദിവസം അവരവിടെ ഉണ്ട്. കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ 1/17 ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് നിതിൻ പുറത്തേക്ക് പോകുന്നത്. 1:34 ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ 17 മിനിറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയം. അതിന് തൊട്ടുമുണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ലതയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക പോലീസ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാത്ത എന്തുകൊണ്ട് ഇന്നിപ്പോൾ നിതിൻ്റെ സഹോദരി തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട്, ലതയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ലതയുടെ ഒരു ചിത്രം പോലും പുറത്തു വരുന്നില്ലല്ലോ. ലതയുടെ ചിത്രം നാട്ടുകാർ കാണട്ടെ എന്ന വിചാരത്തിലല്ല അവരത് പറയുന്നത്. ചിലർക്ക് കിട്ടുന്ന സമ്പൂർണ്ണ സംരക്ഷണം, ചിലരെ അങ്ങേയറ്റം ആക്ഷേപിക്കൽ, പണം വായ്പയായിട്ട് എടുക്കുക, മറ്റുള്ളവരെ പറ്റിക്കുക, പറഞ്ഞു പറ്റിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കുടുംബമാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ ഏതൊക്കെയോ കേന്ദ്രങ്ങൾക്ക് ഉത്സാഹം. അതേസമയം കുറച്ചാളുകളൊക്കെ ഏറ്റവും സുരക്ഷിതരായി ഇരിക്കുന്നു. അപ്പോൾ ലതയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നതിൽ എന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാര്യം ഇതിലിപ്പോൾ ഒരു ലോൺ ആപ്പ് വന്നു, ലോൺ ആപ്പ് വഴിയുള്ള കുറച്ച് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് പറയുന്നു. അവൻ ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരുപാട് തുകകളെടുത്ത് പറ്റിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്, കോളേജ് മാനേജ്മെൻ്റ് അടക്കം. അപ്പോൾ ഇത് കാണുന്ന പുറം ലോകം ചിന്തിക്കുന്നതും ചിലപ്പോൾ നിതിൻ ഇതുപോലെ മറ്റുള്ളവരെയും ഇതുപോലെ ഒരു ഫ്രോഡാണ്, ഇതുപോലെ ആളുകളെ പറ്റിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെ അതിലേക്ക് പോകാൻ പാടില്ല. ഈ ലത എന്ന് പറയുന്ന മാഡത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും, അതായത് ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, മീറ്റിംഗ് റൂമിനകത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്, സംസാരിച്ചത് എന്നുള്ള ഓൾറെഡി വീഡിയോ ഉണ്ടെന്നല്ലേ പറയുന്നത്, CCTV ദൃശ്യങ്ങൾ. അവിടെ എന്താണ് സംഭാഷണം നടന്നതെന്നുള്ളത് അത് മാഡം വ്യക്തമാക്കണം. ഈ പറയുന്ന ലത പ്രൊഫസർ വ്യക്തമാക്കണം. ശരി, 2 കാര്യങ്ങൾ കൂടി. അശോക് കുമാർ,
ഇന്ന് ആ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സംഭവം നടക്കുന്നു, അതിനുശേഷം കാഷ്വാലിറ്റിയിൽ നിന്ന് വേഗം വിളിക്കുന്നു നിങ്ങളുടെ വീട്ടിലേക്ക്, ഫോൺ സ്വിച്ച് ഓഫ്, പിന്നെ എങ്ങനെയൊക്കെയോ ബന്ധപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ട് കോളേജിലെ ആരും ഈ കാര്യങ്ങൾ അറിയിക്കുന്നില്ല, വിളിച്ചു പറയുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്, അതും ഇത് താങ്ങാൻ കഴിയുമെങ്കിൽ താങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ധരിപ്പിച്ചത് എന്നുമാണ് പറയുന്നത്. എന്താണ് സത്യം? ഞങ്ങൾക്ക് വന്ന ആദ്യത്തെ കോൾ ഒരു ഉച്ചയോടുകൂടി ഒരു ലേഡിയാണ് വിളിച്ചത്. അത് പ്രൊഫസറാണോ അവിടുത്തെ സ്റ്റാഫാണോ ആരെന്നും അറിയില്ല ഞങ്ങൾക്ക്. ലേഡി വിളിച്ചിട്ട് പറഞ്ഞു പയ്യൻ 3-ാം നിലയിൽ നിന്ന് ചാടി, അല്പം സീരിയസ് ആണ്, മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് എത്തണം, ഓഫീസിൽ വന്നാൽ വിവരങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞ് വെച്ചു. പിന്നീട് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ വേണ്ടി, കാരണം ഇത് വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ അമ്മയോടാണ്, അതായത് നിതിൻ്റെ അമ്മയോട്. അപ്പോൾ അവരിത് കേട്ടപാടെ എന്തായാലും ഷോക്കായിട്ട് അവിടെ തളർന്ന് വീണുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ വാട്സപ്പിൽ ആരാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ അവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് കോളുകളൊന്നും വന്നിട്ടില്ല. 5 മണിക്ക് ശേഷമുള്ളൊരു വാർത്താ ചാനലിൽ വീട്ടിലുള്ള ഒരാളുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു വിവരം അറിയുന്നത്. ഇതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മരണം സ്ഥിരീകരിച്ചു എന്നും പറഞ്ഞ് 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയെന്നും പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. ഈ വാർത്ത അറിഞ്ഞിട്ടും ഞങ്ങൾ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. പരമാവധി മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. ഒരു 7-7:30 കൂടി അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന്, എനിക്ക് തോന്നുന്നു അച്ഛൻ പ്രിൻസിപ്പളിനെയോ മറ്റാരെയോ വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് അച്ഛൻ. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഈ സംഭവത്തിലുള്ള അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ എങ്ങനെ കാണുന്നു? കൃത്യമായ കേസന്വേഷണം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതികൾ ആരെന്ന് കണ്ടുപിടിച്ച് അത് ഗവൺമെൻറ് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നല്ലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഈ കേസിനെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പ്രതികൾ രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ അതാരാണെങ്കിലും, ഈ പറയുന്ന റാം ഒരുപക്ഷെ ആ റൂമിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും ഉള്ളവരാരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് ആ പ്രതികൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പ്രിൻസിപ്പൽ വിനോദ്, അതേപോലെ ലത, പിന്നെ ഈ പറയുന്ന 3-മതൊരു പ്രൊഫസർ, അതൊരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 3 പേരും, അവരുടെ പേരും ഞാൻ പറയുന്നു, ഇവർ 3 പേരും പ്രതികൾ തന്നെയാണ്. ശരി, നന്ദി ശ്രീ അശോക് കുമാർ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നും ഞങ്ങൾക്കൊരു പറഞ്ഞോളൂ. അതെ, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും സഹകരണവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ, അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു ഓഫീസ് റൂമിൽ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ എന്താണ് നടന്നത് എന്നുള്ള CCTV ദൃശ്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. ഞങ്ങൾക്കത് അറിയണം. അത് എന്താണ്, വീഡിയോ ആണെങ്കിലും സംഭാഷണമാണെങ്കിലും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം.